എന്താടാ അപ്പ എന്നെ വിവരം അറിയിക്കാന്ന് പറഞ്ഞിട്ട് അറിയിക്കാതിരുന്നത്? അല്ല, അവരച്ഛനും മോളും തമ്മിൽ കണ്ടോ? അടിച്ചു പിരിഞ്ഞോ? ആ പ്ലാനിങ് ഒരു 16 നില പൊട്ടി. അതെന്തു പറ്റിയടാ? അത് ഞാൻ വീട്ടിൽ വന്നിട്ട് വിശദമായിട്ട് പറയാം. ഇപ്പൊ ഞാൻ ആ സാന്ദ്ര ഒന്ന് വിളിച്ചോണ്ടിരിക്കാം. സാന്ദ്രയെ വളയ്ക്കുന്നോ? ആ അമ്മേ, അമ്മ കരുതുന്ന പോലെ ഒന്നുമല്ല. പിന്നെ ഞാൻ സാന്ദ്രയെ പ്രണയിക്കുന്നതായി അഭിനയിച്ച് അതുവഴി ഋതികയുടെ എല്ലാ രഹസ്യങ്ങളും അറിയാനുള്ള ശ്രമത്തിലാ. പ്ലാൻ വളരെ നല്ലതാ. പക്ഷേ പ്രണയം ആക്ടിങ്ങിൽ മാത്രമേ ആകാവൂ. ഒരു കൊച്ചിനെ ചുമന്നേ ഒരുത്തി വഴി നീളെ തെണ്ടി തിരിയാം. അവളുടെ പുറകെ സാന്ദ്ര മറ്റൊരു കൊച്ചുമായിട്ട് പോകരുത്, ഞാൻ പറഞ്ഞേക്കാം. അമ്മേന്റെ മൂട് കളയില്ലേ. അമ്മ ഇനി എന്ത് പറഞ്ഞാലും ഇവളെ ഞാൻ അങ്ങനെ വിടില്ല. ഡ്രൈവറുടെ മകൻ വന്നു. ഡ്രൈവറുടെ മകനോ? ആ, ഇവനൊരു അലബലാതി ഡ്രൈവറുടെ മകനാ. എന്താടാ പബ്ലിക് പ്ലേസിൽ ഒരു ചുറ്റിക്കളി? ചുറ്റിക്കളിയോ? ഓ, ഇത് നിന്റെ സ്ഥിരം തൊഴിലാണല്ലോ. ഞാനേ അതങ്ങ് മറന്നുപോയി. നീങ്ങ വന്നേ, വാടാ. നിന്റെ തനി സ്വഭാവം എന്താണെന്ന് ഞാൻ ഈ പെൺകുട്ടിയോട് പറയട്ടെ. എന്ത് തനി സ്വഭാവം? നീ വർമ്മ സാറിന്റെ വീട്ടിൽ വേലയ്ക്ക് നിന്ന ഒരു പാവം പെൺകുട്ടിയെ പിഴപ്പിച്ചെന്നും പിന്നീട് അവളെ കല്യാണം കഴിച്ചെന്നും നീ ഇപ്പോഴേ ഒരു കുട്ടിയുടെ അച്ഛനാണെന്നുള്ള കാര്യം അവളോട് ഞാൻ പറയട്ടെ. പറയട്ടേന്ന്. പറഞ്ഞോ, നീ പറഞ്ഞോ, അതിലെനിക്കെന്താ. ഞാനും അവളും തമ്മിലേ പ്രേമത്തിലൊന്നുമല്ല, ഞങ്ങൾ വെറും ഫ്രണ്ട്സാ. അവന്റെ ഒരു ഫ്രണ്ട്സ്? എക്സ്ക്യൂസ് മീ, എനിക്കൊരല്പം തിരക്കുണ്ട്, ഞാനെന്നാ പോയിക്കോട്ടെ. ആ ശരിയെന്നാ പൊക്കോ. നീ അവിടെ നിക്ക്. നീ എവിടെ പോവാ? ആ, നീയേ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഒന്ന് സൂക്ഷിച്ചു വേണം ചെല്ല. ഞാനിവിടെ നടന്നതെല്ലാം വർമ്മ സാറിനോട് വിളിച്ച് പറയുന്നുണ്ട്. നീ വിളിച്ച് പറഞ്ഞോ, അയാളെന്താ എന്നെ മൂക്കിക്കരിക്കളയോ? അമ്മ എന്താ കുറെ നേരമായിട്ട് മിണ്ടാതിരിക്കുന്ന? ഞാൻ രാജുവിന്റെയും ഋതുമോളുടെയും കാര്യം ആലോചിച്ച് ഇരുന്ന് പോയതാ മോളെ. അവര് തമ്മില് അത്രയ്ക്ക് വലിയ പ്രശ്നമാണോ? ഒന്നുമില്ലമ്മേ, ഇതൊരു സാധാരണ വഴക്കായിട്ടാ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ രാജുവിനെയും ഋതികമോളെയും നമുക്കറിയില്ലേ. അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അതൊക്കെ അവര് തമ്മിലുള്ള കാര്യം അവര് തന്നെ പരിഹരിച്ചോളും. അമ്മ, ദേ ഋതികമോള് വരുന്നുണ്ട്. ആ കൊച്ചിനോട് ഇതൊന്നും ചോദിക്കണ്ട കേട്ടോ. ചോദിക്കാതിരിക്കുന്നത് ശരിയാണോ മോളെ? ഇതങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് അത്ര നല്ലതല്ലല്ലോ. രാധമ്മേ, ചപ്പാത്തിയും കറിയാണോ? ഞാൻ വരാൻ താമസിച്ചു പോയോ? താമസിച്ചു പോയിട്ടൊന്നുമില്ല, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോ ചപ്പാത്തി ഞാൻ പരത്താം. പിന്നെന്താ, ഞാൻ ചപ്പാത്തി പരത്തിയാലേ പലതും പല ആകൃതിയിലായിരിക്കും. പരത്തിക്കോ. ശരി. അവൾക്ക് ആ സമയം കൂടെ പോയി ജയനോട് വഴക്കിടാലോ. ആഹാ, വഴക്കുണ്ടാക്കുന്നത് ഞാനാണോ? ജയേട്ടനല്ലേ? അല്ല, ഈ കല്യാണം കഴിക്കുന്നതൊക്കെ വഴക്കുണ്ടാക്കാൻ വേണ്ടിയാണോ? വഴക്കാണോ പ്രധാനം? എന്നുവെച്ചാ അമ്മ വഴക്കുണ്ടാക്കാത്തൊരാള്. എത്ര ദിവസാ എന്റെ അച്ഛനെ മുള്ളാണിയിൽ നിർത്തിയത്? എനിക്ക് മനസ്സിലായി, ഇവർ ഈ സബ്ജക്ട് എടുത്തിട്ടത് തന്നെ ഞങ്ങളുടെ കാര്യം ഉദ്ദേശിച്ചു. ആ, ഞാനും വേണുവേട്ടനും തമ്മിൽ വഴക്കുണ്ടായി എന്നുള്ളത് നേരാ.
അതിനൊരു കാരണം ഉണ്ടായിരുന്നു. ഇരു കൂട്ടർക്കും പരസ്പരം ബോധ്യപ്പെട്ടപ്പോ ഞങ്ങളത് അവസാനിപ്പിക്കുകയും ചെയ്തു. രാജു, ഇങ്ങ് വാ. എന്താമ്മേ? നീ എന്താ വന്നിട്ട് പെട്ടെന്നങ്ങ് തിരിച്ചു പോയത്? ഏയ് ഒന്നുമില്ല, നിങ്ങൾ തിരക്കിട്ട ജോലിയിലല്ലേ, അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതി പോയതാ. ആണോ? നീ മോളോട് പിണക്കമാണോ? എനിക്ക് ആരോടും പിണക്കമില്ലമ്മേ, എല്ലാവർക്കും എന്നോടാ പിണക്കം. ആ എല്ലാവരും ആരാ? ഞാനാ. എല്ലാവരും ഒന്ന് രാജു അർത്ഥമാക്കിയത് എന്നെയാ. രാധമ്മയ്ക്ക് അറിയാലോ, പിണക്കോ വഴക്കോ ഒന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. രാജുവിനാ രാധമ്മേ എന്നോട് പിണക്കം. ഉം, എന്ത് പറഞ്ഞാലും വഴക്കും പിണക്കും. അയ്യോ, എന്നോടിപ്പോ സ്നേഹത്തോടെ ഒരക്ഷരം പോലും പറയാറേയില്ല. മാഡം, മാഡം നുണ പറയല്ലേ? ഞാൻ പറയുന്ന നുണയൊന്നുമല്ല, സത്യം. ആ അതിരിക്കട്ടെ. എന്തായാലും ഈ വഴക്കിനൊരു കാരണം ഉണ്ടാവുമല്ലോ. എന്താ കാരണം?